കർണാടകയിലേക്കാണ് ആദ്യം ശിരൂരിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനെ 7ാം ദിവസവും കണ്ടെത്താനായില്ല. തെരച്ചിൽ അവസാനിപ്പിച്ച സൈന്യം ഇന്ന് മടങ്ങുമെന്ന് കാർവാർ MLA 24-നോട് പറഞ്ഞു. റേഡാർ സിഗ്നൽ ലഭിച്ച രണ്ടിടത്തും ലോറി ഇല്ല എന്നാണ് സ്ഥിരീകരണം. See, we have bought one 10-meter depth radar, but river side they have tried, and as well as they have tried land side also, but the result was not there. Tomorrow we are bringing special one person from Kerala who is retired hydrographic surveyor, I think. Hydrographic means river only. Apart from that, I am also bringing 2 machineries with long boom of 60 feet. Okay, so that he can go up to 60 feet and he can dredge. ഞങ്ങളുടെ പ്രതിനിധികൾ ഹാഷ്മി താജ് ഇബ്രാഹിം, അരുൺ പൂപ്പറമ്പ, S വിജയകുമാർ എന്നിവർ ഏറ്റവും പുതിയ തത്സമയ വിവരങ്ങളുമായി. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരയിൽ ലോറി ഇല്ല എന്നുള്ളത് സൈന്യം സ്ഥിരീകരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം മടങ്ങുന്നു എന്ന വിവരമാണോ ഏറ്റവും പുതുതായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? ഇന്നത്തെ തെരച്ചിൽ എപ്പോൾ അവസാനിപ്പിക്കും? സൂചന തന്നെയാണ്. സൈന്യം ഏതായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് സൈന്യം ഇതോട് മടങ്ങുകയാണ്. നാളെ മുതൽ ഇനിയിപ്പോൾ നേവിയുടെ സഹായമാണ് ആവശ്യം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർവാർ MLA പറയുന്നതിന് വ്യക്തമാണല്ലോ അനുജ. ഇനിയിപ്പോൾ ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടത്തുക. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് അല്പസമയം മുൻപ് MLA നമ്മളോട് പറഞ്ഞത്. അത് കേരളത്തിൽ നിന്ന് ഒരു ഹൈഡ്രോഗ്രാഫർ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു വിരമിച്ച ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു പറയുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം ഇവിടെ 60 അടി ആഴത്തിൽ ഡ്രഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ അദ്ദേഹത്തിന്റെ കാർവാർ MLAയുടെ തന്നെ മുൻകൈയിൽ ഗോവയിൽ നിന്ന് വരുത്താൻ പോകുന്നു. അപ്പോൾ 60 അടി ആഴത്തിൽ ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്തായാലും വ്യക്തമാണ്, കര കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം ഓൾമോസ്റ്റ് തീരുന്നു എന്ന് തന്നെ പറയാം. അത് നമുക്ക് കൃത്യമായ സൂചന ഇന്ന് തന്നെ കിട്ടിയിരുന്നു അനുജ. കാര്യം ഇന്നലെ തന്നെ റവന്യൂ മന്ത്രിയും കളക്ടർ അടക്കം 98% മണ്ണ് പരിശോധന പൂർത്തിയാക്കിയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സൂചന കിട്ടിയതാണ്. ഇന്നിപ്പോൾ ആ സിഗ്നൽ മാത്രമായിരുന്നു ഏക പ്രതീക്ഷ. ആ സിഗ്നലിന്റെ പ്രതീക്ഷ കൂടി അസ്തമിക്കുമ്പോൾ കര കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഏതാണ്ട് പൂർണ്ണമായി തീരുകയും ഇനിയിപ്പോൾ ഗംഗാവാലി പുഴയിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടുകയാണ്. അതാണ് ഇന്നുണ്ടായ ഏറ്റവും മേജർ ഡെവലപ്മെന്റ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ നടക്കുന്നത് പുഴയും കരയും കൂടി ചേരുന്ന ഭാഗത്ത് ഒരു നീളത്തിൽ മൺതിട്ടുണ്ട്. ആ മൺതിട്ട കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുകയാണ്. ആ പരിശോധനയും ഓൾമോസ്റ്റ് തീർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം സൈന്യം ഇന്ന് തന്നെ മടങ്ങുകയാണ് എന്ന് പറയുകയാണ് കാർവാർ MLA. നാളെ മുതൽ നേവിയുടെ അടക്കം പ്രത്യേക സംഘമെത്തി ഈ പറയുന്ന ഇവിടെ ഗംഗാവാലി പുഴയിലാണ് പരിശോധന. വലിയ വേദന ഉണ്ടാക്കുന്നതാണ് അനുജ. കാര്യം ഇന്ന് കിട്ടിയ സിഗ്നൽ നമ്മളെ പോയ കാലങ്ങളിൽ നമ്മളെ കബളിപ്പിച്ച സിഗ്നൽ പോലെ സിഗ്നൽ ആയിരുന്നില്ല. അത് വളരെ സ്ട്രെങ്തുള്ള സിഗ്നലാണ് എന്ന് പറഞ്ഞിരുന്നു. അത് ഏതാണ്ടൊരു വാഹനത്തിന്റെ ഒരു വാഹനത്തിന്റെ പ്രൊഫൈൽ പോലെ തന്നെ വാഹനത്തിന്റെ നീളത്തിലും വീതിയിലുമൊക്കെ ഉള്ള സിഗ്നൽ, ആ ആകൃതിയിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സിഗ്നൽ എന്നതായിരുന്നു നമുക്ക് കിട്ടിയ വിവരം. അവിടെ നിന്ന് രക്ഷാപ്രവർത്തകരടക്കം ഇത് വണ്ടി തന്നെയാണെന്ന് ഏതാണ്ട് ഒരു 90% ഉറപ്പിച്ച ഒരു സമയമായിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി അർജുന്റെ വാഹനം കണ്ടെത്തി എന്ന് വാർത്ത കൊടുക്കാം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അതിന്റെ ഫൈനൽ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ആ റഡാർ സംവിധാനങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടുന്ന് രക്ഷാ സംവിധാനങ്ങൾ ഓരോന്നായി അവർ പുറത്തേക്ക് പോകുന്നു. നേരത്തെ റഡാർ ഉപയോഗിക്കുന്ന ആ സ്റ്റാൻഡ് പുറത്തേക്ക് പോയി. അപ്പോൾ എന്തായാലും ആ റഡാർ ഏതെങ്കിലും തരത്തിൽ ചതിക്കില്ല, അത് നല്ല സിഗ്നൽ തരും എന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇതിനുള്ളിൽ വാഹനമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സിഗ്നൽ കേന്ദ്രീകരിച്ച് 8 മീറ്റർ ആഴത്തിൽ നടത്തിയ പരിശോധനയിലൊന്നും വാഹനമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് അവിടെ ലക്ഷ്മണ അതാണിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കരയിലെ തെരച്ചിൽ പൂർത്തിയായി എന്ന് സൈന്യം പറയുന്നു. 6:30 ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. സൈന്യം രാത്രിയോടെ മടങ്ങുമെന്നുള്ളതാണ്. ഇനി നാവികസേനയുടെ സംഘം അത് പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നാളെ ആയിരിക്കും ഉണ്ടാവുക എന്നതാണ്. കരയിൽ ലോറി ഇല്ല എന്നത് സൈന്യം സ്ഥിരീകരിച്ച ആ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്.